മകരമാസത്തിലെ പൂയം നാളാണ് തൈപ്പൂയമായി ഹിന്ദുക്കൾ ആഘോഷിക്കുന്നത്. താരകാസുരൻ്റെ ചെയ്തികളിൽ നിന്നും സുബ്രഹ്മണ്യൻ ലോകത്തെ രക്ഷിച്ച നാളാണിത്. സുബ്രഹ്മണ്യൻ ജനിച്ച ദിവസമാണ് ഇതെന്നും വിശ്വാസമുണ്ട്. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഭക്തജനങ്ങൾക്ക് ഇതൊരു പുണ്യനാളാണ്. തൈ പിറന്താൽ വഴി പിറക്കുമെന്നാണ് തമിഴ് പഴമൊഴി. തൈമാസം എല്ലാ കാര്യങ്ങൾക്കും ശുഭമാണെന്നും മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾക്ക് പോലും തൈമാസത്തിൽ നിവൃത്തിയുണ്ടാകുമെന്നാണ് വിശ്വാസം. താരകാസുരൻ ദേവലോകത്തെ ജീവിതം ദുസ്സഹമാക്കിയപ്പോൾ മഹർഷിമാരും ദേവന്മാരും ശിവപാർവതിമാരെ അഭയം പ്രാപിച്ചു. താരകാസുര നിഗ്രഹത്തിനായി പുത്രനായ സുബ്രഹ്മണ്യനെയാണ് ഭഗവാൻ അയക്കുന്നത്. 12 ആയുധങ്ങളുമായായിരുന്നു സുബ്രഹ്മണ്യൻ്റെ യാത്ര. അസുരനെ വധിച്ച് സുബ്രഹ്മണ്യദേവൻ ദേവലോകത്ത് വീണ്ടും ഐശ്വര്യം എത്തിച്ചു. ആ നാളിൻ്റെ സ്മരണയ്ക്കാണ് തൈപ്പൂയാഘോഷം. ശരവണക്കാട്ടിൽ ജനിച്ച കുട്ടിയാണ് സുബ്രഹ്മണ്യൻ. ജനനശേഷം മലർന്നു കിടന്ന് കരഞ്ഞ സുബ്രഹ്മണ്യനെ അതുവഴി പോയ 6 ദിവ്യകൃത്തിമാർ കണ്ടു. അവർ കുഞ്ഞിനെ മുലയൂട്ടാനായി തർക്കിച്ചു. അത് കണ്ട കുട്ടി 6 കൃത്തിമാരെയും മാറി മാറി നോക്കി. അപ്പോൾ കുഞ്ഞിന് 6 തലകൾ ഉണ്ടായി. 6 തലകൾ ഷൺമുഖൻ എന്ന പേരും നേടിക്കൊടുത്തു. കൃത്തികമാർ മുല കൊടുത്തു വളർത്തിയതിനാൽ ആ കുട്ടി കാർത്തികേയനായി. സുബ്രഹ്മണ്യനുള്ള സമർപ്പണമാണ് കാവടി. അഭീഷ്ടസിദ്ധിക്കാണ് പീലിക്കാവടികളും പൂക്കാവടികളും ഭസ്മക്കാവടികളും നേരുന്നത്. തൈപ്പൂയ ദിനത്തിൽ കാവടി കെട്ടിയാടുന്നത് വിശേഷമാണ്. കരച്ചപ്പ് മൂടി വെച്ചു പിന്നാലെ കണ്ണാടോ മറക്കരുത്.